ഗൈസ്, ഇന്ന് നമ്മൾ ഹൈദരാബാദ് ട്രിപ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോക്കാണ്. കച്ചഗുഡ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ട്രിപ്പിൽ ഇങ്ങോട്ടേക്ക് ഹൈദരാബാദിലേക്ക് വന്നത് ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ഒരു ദിവസമാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം ട്രെയിനിലേക്ക് നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് നോക്കാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പം ഇപ്പോൾ സമയം 6 മണിയാണ് പുലർച്ചക്ക്. ഞാൻ ലഗേജിലാണ് ഇരുന്നിട്ടുള്ള ഇരിക്കാൻ സ്ഥലമില്ല. ഫുൾ ആൾക്കാരാണ്. ഇവിടെ നിവേദു എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യലാണ്. ട്രെയിൻ ഇപ്പം വരും. കുറേ കഴിഞ്ഞിട്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ കണ്ട ഏതൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗായ്സ്, ഇത് എൻ്റെ ഈ ബൊമ്മാച്ചാൻ എൻ്റെ പിക്കു ഹൈദരാബാദ് പോയാൽ ഞാൻ അടുത്ത് വാങ്ങിച്ചത്. നല്ല ക്യൂട്ടാണ് ഗായ്സ്. എൻ്റെ പുതിയ ഡോളാണ്. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഇതിനെ ചേർക്കാൻ പോക്കാണ്. ഇത് വന്ദേ ഭാരത് ട്രെയിനെല്ലാം വന്നിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് പോകേണ്ടത്. ഇതാ നന്ദയല്ല, ഇതാ എന്തെല്ലോ കളിക്കുന്നുണ്ട്. അപ്പം ഇതാ നമ്മൾ ട്രെയിനൊന്നും വന്നില്ല. നമ്മൾ കുറേ നേരമായി കാത്തിക്കുന്നു. മടുത്ത്. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പ്. നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. നല്ല സുഖമായിരിക്കും. അല്ലെങ്കിൽ ഇതാ നന്ദേൻ്റെ ഈനെടുത്ത് സീനല്ലേ, നല്ല ക്യൂട്ടല്ലേ. എനിക്കത് ഇഷ്ടമായിട്ട് വാങ്ങിച്ചത്. അത് ഗായ്സ്, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്ന ഇടം ഇത് ആടെ എന്തെല്ലോ വണ്ടിയല്ലോ. അതാണ് നമ്മൾ പൈസ കൊടുത്താൽ നമുക്കിങ്ങനെ ലഗേജ് എല്ലാം കൂട്ടി നമുക്ക് പോകാൻ കഴിയാണ്. ആകാശത്ത് നല്ല വെളിച്ചം വന്നു ഗായ്സ്. ഇന്നും നമ്മൾ ട്രെയിൻ വന്നില്ല. ഇന്ന് പരാന്ത് പിടിക്കുന്നുണ്ട്. ഇന്നങ്ങാറ്റം വരുമോയെന്ന് ആർക്കറിയാം. നമുക്ക് പ്രാന്ത് പിടിച്ച ശരണമില്ല. ഞാൻ അതിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കലാണ് റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയിട്ട്. ഗായ്സ്, ട്രെയിൻ വരുന്നുണ്ട് തോന്നുന്നു. ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ കഴിയില്ല. നമ്മൾ ഉള്ളിലാണ്. ഭയങ്കര ഓട്ടമാണ്. നമ്മൾ സീനാണ് ഗായ്സ്. നല്ല തണുപ്പ്, കാഴ്ച നല്ലോണം കാണാം. പിന്നീട് തലങ്ങാണി എല്ലാം ഉണ്ട്. നയനയുടെ കിടക്കുന്നുണ്ട്. തലങ്ങാണി എല്ലാം നമുക്ക് ഉണ്ടാകും മേല. നല്ല സുഖമാണ്. ഇങ്ങനെ പിക്കുവിനെയും പിടിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. രാത്രി ആകുമ്പോൾ നമ്മളെല്ലാവരും പോയി കിടക്കുക ചെയ്യുക. അതാ ഞാൻ മേലെ കയറി ഗായ്സ്. ഞാൻ ആദ്യം കയറിയാൽ എനിക്കൊരു കുറച്ച് പേടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഒരേ കയറി. പിന്നെ നല്ല സുഖമുണ്ടായിരുന്നു. ഇപ്പം ആണെങ്കിൽ എനിക്ക് കയറുമ്പോൾ ഇതാ നിവേദനം ഉണ്ട്. ഞാനെനിക്ക് പുതപ്പും തന്നിട്ടുണ്ട്. ഞാനവിടെ പിടിച്ച് വെക്കുന്ന കാരണം കയറുമ്പോൾ തന്നെ നല്ല പേടിയാണ്. കാഴ്ച നല്ല കാഴ്ചയുണ്ട് ഗൈസ്. ഇങ്ങനെ എന്താ പറയണ്ടേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഗായ്സ് ട്രെയിനിൽ നിന്ന് ഇഡലി വട വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് വടയെ ഇഷ്ടം. മാമൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു. മാമനെ വാങ്ങിച്ചേ. എനിക്ക് വടയായതുകൊണ്ടാണ്, എനിക്ക് വട ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വട എടുത്തിന്. അല്ലാണ്ട് ഇഡലി അത്ര ടേസ്റ്റില്ല, എനിക്ക് ഇഷ്ടമല്ല അത്. നല്ല വെളിച്ചടിക്കുന്നതുകൊണ്ട് കറക്റ്റെല്ലാം പൂട്ടിയിട്ടുണ്ട്. ഗായ്സ്, പിന്നെ നമ്മളിതാ ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ്. ഇത് എനിക്ക് മാമൻ വാങ്ങിച്ചത് തന്നെയാണ്. അതിൻ്റെത് കെച്ചപ്പെല്ലാം വെച്ചിട്ട് ആ സമയത്ത് ഞാൻ ഒരു ഫുഡാണ് വരുന്ന സാധനം എല്ലാം എനിക്ക് വേണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത ബ്രെഡ് ഓംലേറ്റ്. ഞാൻ വീട്ടിൽ വന്ന് എപ്പോഴും ആക്കുന്ന സാധനമാണ്. എൻ്റെ പോകുമ്പോൾ എല്ലാ സാധനവും വരുമ്പോൾ എനിക്കത് വേണ്ടത്. എന്താണ് ഇഷ്ടം തുടങ്ങുക ഒന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അപ്പാണ് എനിക്ക് കുറേ നേരം ഫോൺ ആക്കും. എൻ്റെ അച്ഛൻ ഷമൂന്ന് പറയുമ്പോൾ അപ്പാട് നിർത്തിയിട്ടാകുമ്പോൾ അപ്പാട് ഉണ്ടാവും മുമ്പിൽ കൂടി ആൾക്കാരെല്ലാം പോയി. അത് വാങ്ങിച്ച് തിന്നു. ഇത് നല്ല രസേന. ഇങ്ങനെ ഒരേ തീറ്റയും ഫോണ് നല്ല സുഖേനു. പിന്നെ നമ്മള് ഒരു ചായ വരുന്നു. നേരെ കോമഡി ആയിരുന്നു. ഞാൻ പാടുന്ന അമ്മ ചായ്. ഇപ്പൊ ഞങ്ങൾക്ക് ആ ചായ വേണ്ടോണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷെ ഇവരെല്ലാം കോമഡി ആക്കി എടുക്കും. ഇതിന് അതിൻ്റെ വീഡിയോ ഇല്ലേ ഞാൻ അയക്കേനു.
അപ്പം രാത്രി ആയിട്ടുണ്ട് നമ്മൾ പിക്കുനെ കൊണ്ട് കളിക്കുന്നത്. ഇതാ മമ്മി എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണുള്ളത്. രാത്രിയായി. രാത്രി നമ്മൾ വാങ്ങിച്ച ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കൂടി ആക്കിയിട്ട് തിന്നല. പിന്നെ കുറച്ച് ഡേറ്റ്സും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഞാനും ജാമിൽ മാളുമാണ് എക്സ്പേർട്ട്. ഓക്കാന്ന് കൊടുത്തിട്ടില്ല, നമുക്കൊന്നും ആവുന്നില്ല, ഇങ്ങനെ പറ്റി പിടിക്കുന്നു. ഞാൻ ഇനിയൊന്നല്ല കാത്തുനിന്ന് വിശന്നേരം തിന്ന്. എനിക്ക് ചപ്പാത്തി മുട്ടക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതാ വരുന്നത്. ഞാൻ ഭയങ്കര തീറ്റിപ്പണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ ഫുഡ് എന്താ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ല വന്നിട്ടുണ്ട്. നമ്മളെ 2 മുട്ടയുണ്ട്. ഒരാൾക്കുള്ള വാങ്ങിച്ചത്. നമുക്ക് ചപ്പാത്തിയും കൂടി തുറന്ന് നോക്കാം. ഗായ്സ്, ഇത് കുറേ ചപ്പാത്തി ഉണ്ട്. കുഞ്ഞി ചപ്പാത്തിയാണ്, ചോട്ടാ ചപ്പാത്തി. കുറേ ഉണ്ട് ഗൈസ്. 2, 3, 4 ചപ്പാത്തി. അതിനേക്കാട് കൂടുതലുണ്ട്. എനിക്ക് അതിൻ്റെ അകത്തുള്ള മറ്റേ മഞ്ഞ കളറുള്ള പോലത്തെ എന്ത് സാധനമില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അതെടുത്ത് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്തിയാണ്. നൈറ്റിൽ നമ്മൾ വീഡിയോ ഉറങ്ങി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് ഇതൊക്കെ കണ്ട ബോർഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി മാമൻ്റെ ചങ്ങായി വണ്ടി എടുത്ത് വരും. എന്നിട്ട് വേണം നമുക്ക് പോവാൻ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനെല്ലാം നോക്കിയിട്ട്. മാളുവിൽ ഇത് ഉറക്കം വന്നിട്ട് അറിഞ്ഞില്ല. മാളക്കെല്ലാം നല്ല ഉറക്കമുണ്ട്. ഓള് മര്യാദക്ക് കടന്നിട്ടില്ല തോന്നുന്നു. ഇത് നമ്മൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഇവർ മലയാളീസ് തന്നെയാണ്. ബായ്. നല്ല മഴയാണ് ഗൈസ്, അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോക്കാണ്. അടുത്ത വീഡിയോ വരുന്നവർക്ക് ബായ്.